അങ്ങനെ കുടുംബാംഗങ്ങൾ DGPയെ നേരിൽ കണ്ടു. വിശദമായ പരാതി നൽകിയെന്നും എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് കിട്ടിയെന്നുമാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുടുംബം പറഞ്ഞത്. അന്വേഷണം വഴിതിരിക്കാനുള്ള ശ്രമം DGPയോട് പറഞ്ഞതോടെ എല്ലാവിധ ഉറപ്പും നൽകിയെന്നും നിതിൻ രാജിന്റെ ബന്ധു അശോക് കുമാർ പറഞ്ഞു. സാറ് നമുക്ക് എല്ലാവിധ ഉറപ്പുകളും നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ഈ പറയുന്ന അന്വേഷണ സംഘം ആരാണോ അവരിൽ നിന്നും നല്ല രീതിയിലൊരു നിയമപരമായിട്ടുള്ള മുന്നോട്ടുള്ള രീതികളുണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്ന വാക്ക്. സാറ് പറയുന്നത് അതൊരു എന്താ പറയുക, അത് എന്താണ് കാരണമെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഞങ്ങളുടെ സംശയങ്ങളും ഞങ്ങളുടെ മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ സാറിനോട് പറഞ്ഞത്. അപ്പം ഇതിലെന്ത് കാരണത്താലാണ് അവനിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയെന്നുള്ളൊരു കാര്യം, അതിൻ്റെ കാരണമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ അത് അന്വേഷണത്തിലൂടെ എത്രയും പെട്ടെന്ന് ശക്തമായിട്ട് കണ്ടുപിടിക്കാൻ തന്നെയാണ് ഒരു വാക്ക് തന്നിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരം ഉഴമലക്കിലുള്ള നിതിന്റെ വീട്ടിലെത്തി മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. മൊഴി നൽകാൻ കഴിയാത്ത മാനസികാവസ്ഥയിലായതിനാൽ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. 2 സഹോദരിമാർ, സഹോദരിമാരുടെ ഭർത്താക്കന്മാർ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, മൊഴിയെടുപ്പ് ഉൾപ്പെടെ പുരോഗമിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങൾ DGPയെ കണ്ടു, ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്? ഉച്ച കഴിഞ്ഞ് 1:30-ക്കാണ് ഈ അന്വേഷണ സംഘം നിതിന്റെ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ 4.5 മണിക്കൂർ പിന്നിടുന്നു. വീട്ടുകാരുടെയും ഒപ്പം തന്നെ ബന്ധുക്കളുടെയും ഒക്കെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിതിന്റെ അമ്മയുടെ മൊഴി അന്വേഷണ സംഘം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. മൊഴി നൽകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല നിതിന്റെ അമ്മ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിതിന്റെ അമ്മയുടെ മൊഴി എടുത്തിട്ടില്ല. അച്ഛന്റെ മൊഴി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 സഹോദരിമാരുടെയും ഭർത്താക്കന്മാരുടെയും മൊഴി രേഖപ്പെടുത്തി. ഇനി ഈ വീടിനടുത്ത് 2 അയൽവാസികൾ താമസിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് കൂടി കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ഈ അന്വേഷണ സംഘം ചെയ്യുന്നത്. പ്രധാനമായിട്ടും പോലീസിന് ചില കണ്ടെത്തലുകളുണ്ട്. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ കണ്ടെത്തലുകളും പോലീസിന്റെ സംശയങ്ങളും ഒക്കെ ഈ വീട്ടുകാരോട് ചോദിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, കോളേജിൽ നിതിൻ നേരിട്ട അധിക്ഷേപങ്ങൾ, നിതിൻ നേരിട്ട പീഡനങ്ങൾ, ഇത് സംബന്ധിച്ച് സഹോദരിമാർക്ക് ചില വിവരങ്ങളുണ്ട്. ആ കാര്യങ്ങൾ സഹോദരിമാരും വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ഈ അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട്. കൂടുതൽ ഫോൺ സംഭാഷണങ്ങളോ സന്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്യും. 4.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് മൊഴിയെടുപ്പ്.